Hello guys, welcome back to my YouTube channel Daffodils A Garden for Everything. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ബോട്ടിലായിട്ടല്ല, ഒരു ഗ്ലാസ് പെയിന്റിംഗ് ആണ്. നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു 5 രൂപ കിട്ടുന്ന ഒരു ഗ്ലാസ് കിട്ടും, സ്ക്വയർ ടൈപ്പിലുള്ള ഗ്ലാസ്. അപ്പോൾ ഞാനിന്ന് അങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ പെയിന്റിംഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അങ്ങനെയല്ല നമുക്ക് ചെയ്യാം. ഞാനിതിലൊരു സിമ്പിൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറിച്ചുള്ളൊരു ഇൻട്രോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ് എ ഗാർഡൻ ഫോർ എവറിത്തിങ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഗ്ലാസ് ആണ്. പിന്നെ കുറച്ച് പെയിൻറ്റ്സ്, നമ്മൾ എന്ത് ഡിസൈനാണ് ചെയ്യുന്നത് അതിന് മാച്ചായിട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആവശ്യത്തിന് വേണ്ട പെയിൻറ്റ്സും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ്, നമ്മുടെ ഈ ഡെയ്സി ഒക്കെ പോലത്തെ ഒരു ഫ്ലവറാണ് ഞാൻ അതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വലുതും ചെറുതും പല സൈസിലുള്ള കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ വരച്ചു കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വരയ്ക്കാനുള്ള ഒരു ഫ്ലവറും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് നമ്മൾ ഫ്ലവർ മാത്രം വരച്ചിട്ട് കാര്യമില്ല, കുറച്ച് ഇലയും കുറച്ച് തണ്ടൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഷെയ്ഡ് സാപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. ആ ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ സ്റ്റെമ്മും പിന്നെ കുറച്ച് ലീവ്സും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വരച്ചു കൊടുക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് വരച്ചു കൊടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് നോക്കിയും കൂടി വേണം. കാരണം കറക്റ്റ് ആണോ ആ പെയിൻറ് കളർ അതിൽ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ കറക്റ്റ് അറിയുന്നുണ്ടോയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തും കൂടി നോക്കണം. അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്ക് തിരിച്ച് നോക്കും കറക്റ്റ് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ തിരിച്ച് മറ്റു സൈഡിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തൊക്കെ കൊടുക്കുക ചെയ്യുന്നത്. അതാണ് ഈ ഇടയ്ക്ക് തിരിച്ച് നോക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെ മാക്സിമം നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രിക്കൽ ഹാർഡ്വെയർ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വാങ്ങിയത് എന്തോ 5 രൂപ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ആക്ച്വലി ഇതൊരു 4 ചെയ്തിട്ടുണ്ട്. പക്ഷെ വീഡിയോയിൽ ഞാൻ ഒരെണ്ണാണ്ട് കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ചെയ്തേക്കുന്നതിൻ്റെ ഒരു 3 ഒരു പിക്ക് ഞാൻ തംബ്നെയിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇതിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളത് റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ നല്ല ഡിസൈൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ ഇതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഇടാം. നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പൂമ്പൊടിയൊക്കെ വരയ്ക്കാനുള്ള സ്പേസ് വിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു തുണിയിൽ ഇത്തിരി വെള്ളം നനച്ചിട്ട് അതൊന്ന് മായ്ച്ച് കളഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് യെല്ലോ റെഡ് ഷെയ്ഡിൽ നമ്മുടെ പൂമ്പൊടിയൊക്കെ ഇങ്ങനെ, എൻ്റെ കയ്യിൽ ഒരു ടൂത്ത് പിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അത് ഭംഗിയാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നിരിക്കുക. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമുക്കിഷ്ടമുള്ള കളർ കോമ്പിനേഷൻ, നമുക്കിഷ്ടമുള്ള ഡിസൈൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം ചെയ്തു എന്നുള്ളൂ. ഇത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഐഡിയാസ്, ഇതിലും നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആക്രിലിക് കളറാണ്. അത് വെച്ചിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത അതേ സൈഡിൽ തന്നെ അതിൻ്റെ മീതെ ഈ ബ്ലാക്ക് വെച്ചിട്ട് ഫുൾ പെയിൻറ് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പെയിൻറ് ചെയ്ത ആ ഒരു ഫ്ലവറും ലീഫൊക്കെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് നോക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഏത് കളറാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് ആ ഒരു കളർ വെച്ചിട്ട്
ഫുൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് ആണ് ചെയ്തത്. ബ്ലാക്ക് വെച്ചിട്ട് ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ച് നോക്കണ്ടായിരുന്നു, എവിടെയെങ്കിലും ഫിൽ ആവാനുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ, ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളൂ, ഒരു ഗ്ലാസ് പെയിൻറ് ചെയ്യാനായിട്ട്, ഒരു സ്ക്വയർ ഗ്ലാസ്സിൽ എങ്ങനെ പെയിൻറ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ചെയ്ത വേറെ ഒന്ന് രണ്ട് ഒരു പെയിൻറ്റിങ് കൂടി ഉണ്ട് ഈ ഒരു സ്ക്വയർ ഗ്ലാസ്സിൽ. അപ്പോൾ ഞാൻ അതും കൂടി ഒരു തംബ്നെയിലായിട്ട് ഞാൻ അതിൻ്റെ ഒരു പിക്കും കൂടി ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.